ഹലോ, അപ്പോൾ വിത്തുകൾ നല്ല രീതിയിൽ കരുത്തോടെ വളരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്രോ ബാഗ് നിറക്കണം. അപ്പോൾ മണ്ണ് ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ബാഗ് നിറക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മണ്ണിൽ വലിയ വലിയ കല്ലുകളുണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു കമ്പി പോലെ വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, വലിയ വലിയ കല്ലുകൾ, അല്ലെങ്കിൽ നമുക്ക് പെറുക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ വെറും മണ്ണ് മാത്രമല്ല നമ്മൾ നിറച്ച് കൊടുക്കുന്നത്. മണ്ണിൻ്റെ കൂടെ തന്നെ നമ്മൾ ചകിരിപ്പൊടി, ചാണകപ്പൊടി, പിന്നെ കരിയില, ഇത്രയും കൂടെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് നിറക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്രോ ബാഗാണ് ഉപയോഗിക്കുന്നത്. ഇത് 9 ഗ്രോ ബാഗ് ഉണ്ട്. ഈ ഗ്രോ ബാഗിന് 90 രൂപയാണ് വില. അപ്പോൾ ഒന്നിന് 10 രൂപ വെച്ചിട്ടുള്ള ഗ്രോ ബാഗാണിത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് വലിപ്പത്തിൽ തന്നെയാണ് ഈ ഗ്രോ ബാഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാണകപ്പൊടി, നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി തന്നെ എടുക്കുക. ഇനി കട്ടയായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ മണ്ണ്, നമ്മൾ അരിച്ചെടുത്ത മണ്ണ്, പിന്നെ അതുപോലെ തന്നെ ചകിരിപ്പൊടി. ഈ ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ചാണകപ്പൊടി എത്ര കൂടിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അടിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് കരിയിലയും കൂടെ യൂസ് ചെയ്യണം. കാരണം നിറച്ച് മണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് കരിയില ഒരു കാൽഭാഗത്തോളം നിറച്ചതിന് ശേഷം നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് കരിയിലകൾ അടിവശത്തേക്ക് നിറച്ച് കൊടുക്കും. ഇനി ഈ മണ്ണിനകത്തേക്ക് ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിറക്കുന്നത്. അപ്പോൾ അടിയിൽ ഇതുപോലെ കരിയിലകൾ ആവശ്യത്തിന് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മണ്ണ് ഇതിന് മുകളിലേക്ക് നിറച്ച് കൊടുക്കാം. നിറച്ച് കൊടുക്കുമ്പോൾ മുഴുവനായും അറ്റത്തോളം നിറച്ച് കൊടുക്കാനേ പാടില്ല. നിങ്ങൾ ഒരു അരഭാഗം മാത്രം നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിത്ത് മുളപ്പിച്ചതിന് ശേഷം നമ്മൾ വളം ചെയ്ത് കൊടുക്കുമല്ലോ. വളം ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴും മണ്ണ് നിറച്ച് വരണം. അപ്പം നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ അറ്റം ഒന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ അടിയിൽ കരിയിലകൾ നിറച്ചത് കൊണ്ട് തന്നെ ഇതത്ര വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്കിങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിച്ചതിന് ശേഷം വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി മണ്ണും കൂടെ മുകളിൽ വിതറി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഗ്രോ ബാഗ് നിറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.